ഹായ് മക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹെൻറീസ് ലോയെ കുറിച്ചാണ്. എന്താണ് ഹെൻറീസ് ലോ എന്ന് പറയുന്നതിന് മുമ്പായി സോലുബിലിറ്റി എന്താണെന്ന് നോക്കാം. ഒരു യൂണിറ്റ് വോളിയം സൊല്യൂഷനിൽ ഡിസോൾവ് ചെയ്യാൻ പറ്റുന്ന സൊല്യൂട്ടിന്റെ മാക്സിമം എമൗണ്ടിനെയാണ് അതിന്റെ സോലുബിലിറ്റി എന്ന് പറയുന്നത്. ദ മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ദാറ്റ് ക്യാൻ ബി ഡിസോൾവ്ഡ് ഇൻ എ സ്പെസിഫൈഡ് എമൗണ്ട് ഓഫ് സോൾവെന്റ് ഈസ് കോൾഡ് സോലുബിലിറ്റി. ഒരു സോളിഡ് ഒരു ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ അതിൻ്റെ സോലുബിലിറ്റി പ്രധാനമായും രണ്ട് കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കും. ഒന്ന് നേച്ചർ ഓഫ് സൊല്യൂട്ട് ആൻഡ് സോൾവെന്റ്, രണ്ടാമതൊന്ന് ടെമ്പറേച്ചർ. ഓരോ സൊല്യൂട്ടുകളും ഓരോ സോൾവെന്റിലും ഡിസോൾവ് ചെയ്യുന്നത് വ്യത്യസ്തമായ അളവിലാണ്. ഉദാഹരണത്തിന് 1 ലിറ്റർ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്ന ഉപ്പിൻ്റെയും പഞ്ചസാരയുടെയും അളവ് നോക്കിക്കഴിഞ്ഞാൽ ഉപ്പാണ് കൂടുതൽ ഡിസോൾവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഉപ്പിന് സോലുബിലിറ്റി കൂടുതലാണെന്ന് പറയാം. അതുപോലെ തന്നെ സോൾവെന്റ് അനുസരിച്ചും സോലുബിലിറ്റിയിൽ വ്യത്യാസം വരും. ഉദാഹരണത്തിന് നാഫ്തലീൻ എന്ന് പറയുന്ന സൊല്യൂട്ട് ബെൻസീൻ എന്ന സോൾവെന്റിൽ ഡിസോൾവ് ചെയ്യും. സോഡിയം ക്ലോറൈഡ് എന്ന സൊല്യൂട്ട് വാട്ടറിൽ ഡിസോൾവ് ചെയ്യും. നിങ്ങൾക്ക് പരിചയമായ ഒരു എക്സാമ്പിളാണ് നെയിൽ പോളിഷ് റിമൂവർ എന്ന് പറയുന്ന സാധനം നെയിൽ പോളിഷിനെ മാറ്റാൻ ഉപയോഗിക്കുന്നതാണ്. അല്ലെങ്കിൽ നെയിൽ പോളിഷ് റിമൂവർ എന്ന് പറയുന്ന സോൾവെന്റിൽ അല്ലെങ്കിൽ അസറ്റോൺ എന്ന സോൾവെന്റിൽ ഡിസോൾവ് ചെയ്യും. അതേസമയം ഇതേ നെയിൽ പോളിഷ് വാട്ടറിൽ ഡിസോൾവ് ചെയ്യില്ല. നമ്മൾ അങ്ങനെ ഡിസോൾവ് ചെയ്യുമായിരുന്നുവെങ്കിൽ നമ്മൾ കുളിക്കുമ്പോഴൊക്കെ നെയിൽ പോളിഷ് ഇളകി പോകുമായിരുന്നു. അങ്ങനെ ഒരു സൊല്യൂട്ട് എല്ലാ സോൾവെന്റുകളിലും ഡിസോൾവ് ചെയ്യില്ല. അത് സോൾവെന്റിന്റെ നേച്ചർ അനുസരിച്ച് സോലുബിലിറ്റിയിൽ വ്യത്യാസം വരും. നാഫ്തലീൻ ബെൻസീനിൽ ഡിസോൾവ് ചെയ്യും, അതേസമയം വാട്ടറിൽ ഡിസോൾവ് ചെയ്യില്ല. സോഡിയം ക്ലോറൈഡ് വാട്ടറിൽ ഡിസോൾവ് ചെയ്യും, അതേസമയം ബെൻസീനിൽ ഡിസോൾവ് ചെയ്യില്ല. അപ്പോൾ സൊല്യൂട്ടിന്റെയും സോൾവെന്റിന്റെയും നേച്ചർ അനുസരിച്ച് സോലുബിലിറ്റിയിൽ വ്യത്യാസം വരും. ചുരുക്കി പറഞ്ഞാൽ പോളാർ ആയിട്ടുള്ള സൊല്യൂട്ടുകൾ പോളാർ സോൾവെന്റ്സിലും നോൺ പോളാർ സൊല്യൂട്ട്സ് നോൺ പോളാർ സോൾവെന്റ്സിലും ഡിസോൾവ് ചെയ്യും എന്ന് പറയാം. ഇനി ഒരു സൊല്യൂട്ടിന്റെ സോലുബിലിറ്റി ടെമ്പറേച്ചർ അനുസരിച്ച് വ്യത്യാസപ്പെടും. ചില സൊല്യൂട്ടുകൾ ഡിസോൾവ് ചെയ്യുമ്പോൾ ആ പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു എൻഡോതെർമിക് പ്രോസസ്സാണ്, അല്ലെങ്കിൽ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന പ്രോസസ്സാണ്. ഉദാഹരണത്തിന് അമോണിയം ക്ലോറൈഡ് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ നമുക്ക് തണുപ്പ് അനുഭവപ്പെടും. അങ്ങനെ ഒരു എൻഡോതെർമിക് പ്രോസസ്സ് ആണെങ്കിൽ അങ്ങനെയുള്ള സൊല്യൂഷന്റെ സോലുബിലിറ്റി ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് കൂടും. ടെമ്പറേച്ചർ കൂട്ടുന്നതനുസരിച്ച് കൂടുതൽ സോൾട്ട് ഡിസോൾവ് ചെയ്യും. ഇനി ചില ഡിസൊല്യൂഷൻ പ്രോസസ്സുകൾ എക്സോതെർമിക് ആണ്. സോഡിയം ഹൈഡ്രോക്സൈഡ് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്ന പ്രോസസ്സ് എക്സോതെർമിക് ആണ്. ആ സൊല്യൂഷൻ നല്ല ചൂടായിരിക്കും, അല്ലെങ്കിൽ ഹീറ്റ് ലിബറേറ്റ് ചെയ്യും. അങ്ങനെ ഡിസൊല്യൂഷൻ പ്രോസസ്സ് എക്സോതെർമിക് ആണെങ്കിൽ അവയുടെ സോലുബിലിറ്റി ടെമ്പറേച്ചർ കൂടുമ്പോൾ കുറയും. ഇതിന് എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ എൻഡോതെർമിക് ആയിട്ടുള്ള സോൾട്ടുകളാണ് സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, സോഡിയം നൈട്രേറ്റ് മുതലായവ. അതുകൊണ്ട് തന്നെ ചൂടാക്കുന്നതനുസരിച്ച് കൂടുതൽ സോഡിയം ക്ലോറൈഡും കൂടുതൽ പഞ്ചസാരയും എല്ലാം ഡിസോൾവ് ചെയ്യും. എക്സോതെർമിക് ആയിട്ടുള്ള എക്സാമ്പിൾ ആണ് കോപ്പർ സൾഫേറ്റ്, ലിഥിയം സൾഫേറ്റ്, സോഡിയം സൾഫേറ്റ് മുതലായവ. അങ്ങനെ ഒരു സൊല്യൂട്ടിന്റെ അല്ലെങ്കിൽ ഒരു സോളിഡിന്റെ ലിക്വിഡിലുള്ള സോലുബിലിറ്റി സോൾവെന്റിന്റെയും സൊല്യൂട്ടിന്റെയും നേച്ചർ അനുസരിച്ചും ടെമ്പറേച്ചർ അനുസരിച്ചും വ്യത്യാസപ്പെടും. അടുത്തതായി നമുക്കൊരു ഗ്യാസിന്റെ സോലുബിലിറ്റി നോക്കാം. ഒരു ഗ്യാസ് ഒരു ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുന്നത് പ്രധാനമായും രണ്ട് കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കും. ഒന്ന് ടെമ്പറേച്ചർ, മറ്റൊന്ന് പ്രഷർ. ഇനി ഗ്യാസിന്റെ നേച്ചർ അനുസരിച്ചും സോലുബിലിറ്റിയിൽ വ്യത്യാസം വരും. ചില ഗ്യാസുകൾ വളരെയധികം ഡിസോൾവ് ചെയ്യും, ചിലത് കുറച്ചേ ഡിസോൾവ് ചെയ്യുള്ളൂ. ഓക്സിജൻ സാധാരണഗതിയിൽ വാട്ടറിൽ ഡിസോൾവ് ചെയ്തുകൊണ്ടിരിക്കും. സാധാരണ കുളത്തിലും അല്ലെങ്കിൽ ആറുകളിലുമൊക്കെ ഉള്ള വെള്ളത്തിൽ അന്തരീക്ഷത്തിലുള്ള ഓക്സിജൻ ഡിസോൾവ് ചെയ്യും. ആ ഡിസോൾവ് ചെയ്യുന്ന ഓക്സിജനാണ് അതിൽ ജീവിക്കുന്ന ജീവികൾ, മീനുകൾ ശ്വസിക്കുന്നത്. ഇതിനെ നമ്മൾ ഡിസോൾവ്ഡ് ഓക്സിജൻ എന്ന് പറയും. ഓക്സിജനേക്കാൾ കൂടുതൽ സോലുബിലിറ്റി ഉള്ള ഒരു ഗ്യാസ് ആണ് ഹൈഡ്രജൻ ക്ലോറൈഡ്. അങ്ങനെ ഗ്യാസുകളുടെ നേച്ചർ അനുസരിച്ച് സോലുബിലിറ്റിയിൽ വ്യത്യാസം വരും. കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന സൊല്യൂഷനെയാണ് സോഡ വാട്ടർ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഗ്യാസുകളുടെ സോലുബിലിറ്റി ടെമ്പറേച്ചറും പ്രഷറും അനുസരിച്ച് വ്യത്യാസപ്പെടും. ഇതിൽ ടെമ്പറേച്ചറിന്റെ എഫക്റ്റ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഒരു ഗ്യാസ് ഒരു ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ ആ ഗ്യാസിന്റെ ഡിഗ്രി ഓഫ് ഡിസോർഡർ
അല്ലെങ്കിൽ എൻട്രോപ്പി കുറയുകയാണ്. നമുക്കറിയാം ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ഡെൽറ്റ ജി എന്ന് പറയുന്നത് ഫ്രീ എനർജി ചേഞ്ച്, ഡെൽറ്റ എച്ച് ഹീറ്റ് ചേഞ്ച്, ടി ടെമ്പറേച്ചർ ആൻഡ് ഡെൽറ്റ എസ് ഈസ് എൻട്രോപ്പി ചേഞ്ച്. ഒരു ഗ്യാസ് ഡിസോൾവ് ചെയ്യുന്ന പ്രോസസ്സിൽ ഈ ഡെൽറ്റ എസ് എന്ന് പറയുന്നത് നെഗറ്റീവാണ്, കാരണം ഡിസോർഡർ കുറയുകയാണ്. അപ്പോൾ ആദ്യം പറഞ്ഞ ഇക്വേഷന്റെ മൈനസ് ടി ഡെൽറ്റ എസ് എന്ന് പറയുന്ന ടേം പ്ലസ് ആയിട്ട് മാറും. അപ്പോൾ ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ച് പ്ലസ് ടി ഡെൽറ്റ എസ് എന്നാവും, കാരണം ഡെൽറ്റ എസ് നെഗറ്റീവാണ്. ഇനി ഒരു പ്രോസസ് സ്പോണ്ടേനിയസ് ആകണമെങ്കിൽ അതിന്റെ ഡെൽറ്റ ജി എപ്പോഴും നെഗറ്റീവ് ആവണം. അപ്പോൾ ഗ്യാസ് ഡിസോൾവ് ചെയ്യുന്ന പ്രോസസ് സ്പോണ്ടേനിയസ് ആകണമെങ്കിൽ ഈ റിയാക്ഷന്റെ അല്ലെങ്കിൽ ഈ ഇക്വേഷന്റെ ഡെൽറ്റ ജി നെഗറ്റീവ് ആകണം. എങ്കിൽ അതിന് ഒരേ ഒരു വഴി എന്ന് പറയുന്നത് ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആയാലേ പറ്റുള്ളൂ. ഡെൽറ്റ എച്ച് നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസോൾവ് ചെയ്യുന്ന പ്രോസസ് എക്സോതെർമിക് ആണ് എന്നാണ് അർത്ഥം. അപ്പോൾ ഒരു ഗ്യാസ് ഒരു ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുന്ന പ്രോസസ് എക്സോതെർമിക് പ്രോസസ് ആണ്. അങ്ങനെ ഡിസൊല്യൂഷൻ പ്രോസസ് എക്സോതെർമിക് ആണെങ്കിൽ അല്ലെങ്കിൽ ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ ഹീറ്റ് ചെയ്യുന്നതനുസരിച്ച് ആ ഗ്യാസിന്റെ സോലുബിലിറ്റി കുറയും. സോ ദ സോലുബിലിറ്റി ഓഫ് എ ഗ്യാസ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. അതുകൊണ്ടാണ് നമ്മൾ സാധാരണ സോഫ്റ്റ് ഡ്രിങ്കുകൾ അല്ലെങ്കിൽ കാർബണേറ്റഡ് ആയിട്ടുള്ള സൊല്യൂഷൻസുകളെല്ലാം തണുപ്പിച്ചുപയോഗിക്കുന്നത്. കാരണം അതിനകത്ത് ഡിസോൾവ് ചെയ്തിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഹീറ്റ് ചെയ്യുമ്പോൾ പുറത്തേക്ക് വരും. ഇപ്പോൾ സോലുബിലിറ്റി കൂട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ ലോ ടെമ്പറേച്ചർ ഉപയോഗിക്കുന്നത്. ഇനി രണ്ടാമത്തെ എഫക്റ്റ് എന്ന് പറയുന്നത് പ്രഷറിന്റെ എഫക്റ്റ് ആണ്. പ്രഷർ കൂടുന്നതനുസരിച്ച് ഒരു ഗ്യാസിന്റെ സോലുബിലിറ്റി കൂടും. സാധാരണ പ്രഷറിൽ ഡിസോൾവ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഗ്യാസ് മോളിക്യൂൾസ് പ്രഷർ കൂടുമ്പോൾ ഡിസോൾവ് ചെയ്യും. അതുകൊണ്ടാണ് കാർബൺ ഡൈ ഓക്സൈഡ് സോഡ വാട്ടറിൽ ഉണ്ടാക്കാനായി ഹൈ പ്രഷറിൽ ഡിസോൾവ് ചെയ്യുന്നത്. പ്രഷർ കൂടുന്നതനുസരിച്ച് കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് ഡിസോൾവ് ചെയ്യും. അപ്പോൾ നമുക്കിങ്ങനെ പറയാം, സോലുബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ പ്രഷർ. അല്ലെങ്കിൽ പ്രഷർ കൂടുന്നതനുസരിച്ച് ഒരു സൊല്യൂഷനകത്തുള്ള ഗ്യാസ് മോളിക്യൂൾസിന്റെ എണ്ണം കൂടും, അല്ലെങ്കിൽ അതിന്റെ മോൾ ഫ്രാക്ഷൻ കൂടും. ഇതിനെയാണ് നമ്മൾ ഹെൻറീസ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഹെൻറീസ് ലോ പറയുന്ന ഇതാണ്: the partial pressure of a gas in the vapor phase is proportional to mole fraction of gas in the solution. ഒരു ഗ്യാസിന്റെ partial pressure in the vapor phase is proportional to mole fraction of the gas in the solution. അല്ലെങ്കിൽ വേറെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ കൂടുന്നതനുസരിച്ച് നമ്പർ ഓഫ് മോൾസ് കൂടുതൽ ഡിസോൾവ് ചെയ്യും. അത് നമുക്ക് ഇങ്ങനെ പറയാം: പ്രഷർ ഈസ് പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ, ഓർ പ്രഷർ ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻ മോൾ ഫ്രാക്ഷൻ. ആ കോൺസ്റ്റന്റിനെയാണ് നമ്മൾ ഹെൻറീസ് ലോ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ഈ ഹെൻറീസ് ലോ പഠിച്ചിരിക്കണം. ഹെൻറീസ് ലോ എക്സാമിന് ചോദിക്കുന്നതാണ്. ദ പാർഷ്യൽ പ്രഷർ ഓഫ് ദ ഗ്യാസ് ഇൻ ദ വേപ്പർ ഫേസ് ഈസ് പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് ദ ഗ്യാസ് ഇൻ ദ സൊല്യൂഷൻ. ഇനി ഹെൻറീസ് ലോയുടെ പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, കാർബൺ ഡൈ ഓക്സൈഡ് സോഫ്റ്റ് ഡ്രിങ്കുകളിൽ നിറയ്ക്കുന്ന സമയത്ത് അതിന്റെ സോലുബിലിറ്റി കൂട്ടാനായി സാധാരണയായി ഹൈ പ്രഷറിലാണ് കാർബൺ ഡൈ ഓക്സൈഡ് നിറയ്ക്കുന്നത്. സോഫ്റ്റ് ഡ്രിങ്കുകളിലെ ബോട്ടിലിന്റെ അടപ്പ് നമ്മൾ തുറക്കുന്ന സമയത്ത് അതിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വരും. അതിന് കാരണം അടപ്പ് തുറക്കുമ്പോൾ പ്രഷർ കുറയുകയും അതിൽ ഡിസോൾവ് ചെയ്തിരിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വരികയും ചെയ്യുന്നതാണ്. അടുത്ത ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കടലിന് അടിയിൽ പോകുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അവരെ സ്ക്യൂബ ഡൈവേഴ്സ് എന്ന് പറയും. അവര് കൊണ്ടുപോകുന്ന ഓക്സിജൻ സിലിണ്ടർ അല്ലെങ്കിൽ എയർ സിലിണ്ടറിനകത്ത് കുറച്ച് ഹീലിയം കൂടെ ചേർത്തിട്ടുണ്ടാകും. ഇതിന് കാരണം എയറിൽ മേജർ കമ്പോണന്റ് എന്ന് പറയുന്നത് നൈട്രജൻ ആണ്. ഈ നൈട്രജൻ നമ്മുടെ ബ്ലഡിലോട്ട് ഡിസോൾവ് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ നൈട്രജൻ ബ്ലഡിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫിനോമിനൻ കാരണം ബ്ലഡിന്റെ ഫ്ലോ തടസ്സപ്പെടുകയും അത് വലിയ അപകടം ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ ഇത് കുറയ്ക്കുന്നതിന് വേണ്ടി, നൈട്രജന്റെ ബ്ലഡിലുള്ള സോലുബിലിറ്റി കുറയ്ക്കുന്നതിന് വേണ്ടി, അതിന്റെ പാർഷ്യൽ പ്രഷർ കുറയ്ക്കാനായി അതിനോടൊപ്പം ഒരൽപ്പം ഹീലിയം കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടാവും. കടലിനടിയിൽ പോകുന്ന ആൾക്കാരെയാണ് നമ്മൾ സ്ക്യൂബ ഡൈവേഴ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ നൈട്രജൻ ഡിസോൾവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രതിഭാസമാണ് ബെൻഡ് എന്ന് സാധാരണ പറയുന്നത്. മറ്റൊരു ആപ്ലിക്കേഷനാണ് വളരെ ഉയർന്ന സ്ഥലങ്ങളിൽ ഉള്ള ആൾക്കാരുടെ രക്തത്തിൽ ഡിസോൾവ് ചെയ്യുന്ന ഓക്സിജന്റെ അളവ് കുറവായിരിക്കും. കാരണം മുകളിലോട്ട് പോകുന്തോറും
പാർഷ്യൽ പ്രഷർ കുറഞ്ഞു വരും. ഓക്സിജന്റെ പ്രഷർ കുറയുന്നതുകൊണ്ട് തന്നെ ബ്ലഡിലോട്ട് ഡിസോൾവ് ചെയ്യുന്ന ഓക്സിജന്റെ അളവും കുറയും. അങ്ങനെ അവർക്ക് ആവശ്യത്തിന് ഓക്സിജൻ കിട്ടാതെ വരും. ഈ ഫിനോമിനെയാണ് നമ്മൾ അനോക്സിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ വളരെ ഉയർന്ന സ്ഥലങ്ങളിലോട്ട് പോകുന്നവർ ഓക്സിജൻ സിലിണ്ടർ കൂടെ കൊണ്ടുപോകാറുണ്ട്. ഇത്രയുമാണ് ഹെൻറി സ്ലോയുടെ പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻസ്.